കൂത്താട്ടുകുളം മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകി. അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ റെജി ജോൺ, പാലക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.എൻ. സുനിൽ, കൂത്താട്ടുകുളം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലിസി ജോസ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻസ് പോൾ ജോൺ, പാലക്കുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാജു വർഗീസ്, നഗരസഭാ കൌൺസിലർമാരായ ബെന്നി വർഗീസ്, ലിബി സാബു എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. അസോസിയേഷന്റെ അംഗങ്ങളായ ജനപ്രതിനിധികൾക്കാണ് ആദരവ് നൽകിയത്. യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയ്, സെക്രട്ടറി ഇ.എം. വർഗീസ് എന്നിവർ വ്യാപാരികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മുനിസിപ്പാലിറ്റിയും മർച്ചന്റ്സ് അസോസിയേഷൻ എല്ലാ കാര്യങ്ങളിലും പരസ്പരം സഹകരിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മുനിസിപ്പാലിറ്റി നമ്മളോട് എന്ത് കാര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞാലും നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മളത് എല്ലാ കാര്യങ്ങളും ഇപ്പൊ സ്വാഗത പ്രസംഗത്തിൽ പറയും സാർ പറഞ്ഞ പോലെ ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, ടൗൺ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ സെൻട്രൽ ജംഗ്ഷനിൽ പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കുകയും ചെടിച്ചട്ടികൾ വെച്ച് നടപ്പാതകൾ മനോഹരമാക്കുകയും, അതുപോലെ ക്യാമറ വൺ വേ സംവിധാനം കുറച്ചുകൂടെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടൊരു ക്യാമറ വേണമെന്ന് മുനിസിപ്പാലിറ്റി നമ്മളോട് ആവശ്യപ്പെട്ടു. അതിന്റെ ക്യാമറ നമ്മൾ സ്ഥാപിച്ചു നൽകിയുണ്ടായി. അതുപോലെ കാട് പിടിച്ച് കിടന്ന KSRTC സ്റ്റാൻഡിന്റെ പരിസര പ്രദേശം നമ്മൾ കാട് വെട്ടിത്തെളിച്ച് അവിടെ ഫലവൃക്ഷ തൈകൾ വെച്ചു കൊടുക്കുകയുണ്ടായി. അതുപോലെ നമ്മളിപ്പോ മുനിസിപ്പാലിറ്റി എന്ത് കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരായി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. തുടർന്നും അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായ സഹകരണവും ഉണ്ടാവുമെന്ന് ഞാൻ വീണ്ടും അസോസിയേഷന് വേണ്ടിയിട്ട് ഞാൻ പുതിയ ഭരണസമിതിക്ക് നമ്മുടെ അംഗങ്ങളായി കുറെ അധികം ആൾക്കാരെ ജയിച്ചു വന്നിട്ടുണ്ട്. അവരെല്ലാം നമ്മൾ ആദരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടേതാണ്. ഒരു ഉത്തരവാദിത്വമാണ്. അപ്പൊ അതിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിച്ച് പോകാതിരിക്കാൻ വയ്യ. കൂത്താട്ടുകുളം മർച്ചന്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം കൂത്താട്ടുകുളത്തെ മജോറിറ്റി ഓഫ് കച്ചവടക്കാരുടെ ഒരു സംഘടനയാണ്. എന്ന് പറഞ്ഞാൽ മജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85-90% കച്ചവടക്കാരും മർച്ചന്റ് അസോസിയേഷനിലെ അംഗങ്ങളാണ്. 2-3 വർഷങ്ങളായി അവരെ ഏറ്റവും അധികം അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മുനിസിപ്പാലിറ്റി ചെയ്തു തരേണ്ട ചില കാര്യങ്ങൾ ചെയ്യാത്തത്. മുനിസിപ്പാലിറ്റിയെ മാത്രമായിട്ട് കുറ്റം പറയാമോ എന്നറിയില്ല. എങ്കിൽ പോലും ഓരോ സ്റ്റേജുകളിലുമുള്ള ഉത്തരവാദിത്തങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഴിമതിരഹിത ഒരു ഭരണത്തിന് വേണ്ടി ഇറക്കിയ ഒരു സോഫ്റ്റ്വെയർ ആണ് KSmart എന്ന് പറയുന്നത്. KSmart നിലവിൽ വന്നതോടെ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പിടികളും വിട്ട് എല്ലാ മാനുവൽ സംവിധാനങ്ങളും മാറി. ബാക്കി എല്ലാം ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറി. നമുക്ക് ഓടിച്ചെന്ന ഒരു ലൈസൻസ് കിട്ടുമായിരുന്നത് KSmartൽ കൂടി അപ്ലോഡ് ചെയ്ത് അവിടെ എത്തി അത് അപ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്ത് വീണ്ടും റീസബ്മിറ്റ് ചെയ്ത് അതിന്റെ കടമ്പകളെല്ലാം കടന്നാൽ മാത്രമേ നമുക്ക് ഒരു കച്ചവടക്കാരന് ഒരു വ്യാപാര ലൈസൻസ് ലഭിക്കുകയുള്ളൂ. ആദരവിന് ശേഷം നടന്ന മറുപടി പ്രസംഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വ്യാപാരികളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പും നൽകി. കൂത്താട്ടുകുളം മർച്ചന്റ്സ് അസോസിയേഷനെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു കാലഘട്ടം പോലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യുവാൻ പറ്റിയിട്ടില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതൊരു കൂത്താട്ടുകുളത്തിന്റെ ഹേർട്ടാണെന്ന് ഞാൻ പറഞ്ഞത്. എല്ലാ മേഖലകളിലും ജാതി മത ചിന്തകൾക്ക് അതീതമായി, രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടുത്തെ ജനങ്ങളോട് ഒത്തു നിൽക്കുന്ന നിങ്ങളുടെ ആവലാതിയല്ല, ശരിയായ കാര്യം തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. പരാതി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നടന്നതും അതുപോലെ തന്നെ ആവശ്യമുള്ളതായ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. 2-3 കാര്യങ്ങൾ നിങ്ങളുടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ആദ്യം മർക്കോസ് ജോയി പറഞ്ഞതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിനോട് സ്നേഹവും ആദരവും എനിക്ക് വർഷങ്ങളായിട്ടുള്ളതാണ്. ഈ പ്രസ്ഥാനത്തിന് ഒരു ദോഷവും സംഭവിക്കുന്ന കാര്യങ്ങൾ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി എടുക്കുകയില്ല എന്ന് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അസോസിയേഷൻ ട്രഷറർ N.K. ഏലിയാസ് നന്ദി രേഖപ്പെടുത്തി. മർച്ചന്റ്സ് യൂത്ത് വിംഗ്, വനിതാ വിംഗ് പ്രവർത്തകരും മർച്ചന്റ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബോർഡ് അംഗങ്ങളും വ്യാപാരികളും ചടങ്ങിൽ പങ്കെടുത്തു. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ. അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ
ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണേലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടു കൂടി സമീപിക്കാവുന്ന സ്ഥാപനം ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.